ഞാൻ കേരളത്തിൽ രണ്ട് പരിപാടികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒന്ന്, കേരളത്തിലെ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് അവരുടെ വീടിനടുത്ത് തൊഴിൽ കണ്ടെത്തി കൊടുക്കുക. അങ്ങനെ 1,00,000 തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞു. ഈ മാസം അവസാനിക്കും മുമ്പ് 1,00,000 സ്ത്രീകൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഉള്ള വ്യവസായ സംഘടനകൾ വിളിച്ചിരിക്കുകയാണ്. അവരുടെ ഫാക്ടറിയിൽ ജോലിക്ക് ആളെ വേണമെങ്കിൽ തൊട്ടടുത്ത പരിസര പ്രദേശത്തെ തൊഴിലില്ലാത്ത സ്ത്രീകളെ, വീട്ടമ്മമാരെ പരിശീലിപ്പിച്ചു കൊടുക്കും. എന്ത് ജോലിക്കാണോ തിരഞ്ഞെടുക്കുന്നത് ആ ജോലി ചെയ്യാനുള്ള സ്കില്ല് പരിശീലിപ്പിച്ച് നൽകും. അപ്പം അതിൻ്റെ ഒരു യോഗം തൊഴിൽ സംരംഭകരുമായിട്ട് ഇന്ന് കളക്ട്രേറ്റിൽ വെച്ച് നടക്കുകയാണ്. രണ്ടാമത്തേത്, നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെ മുഴുവനും സ്കില്ല് ചെയ്യുക. ഏത് കമ്പനിക്ക് വേണമെങ്കിലും വർഷാവസാനമാകുമ്പോൾ ഇത്ര പേരെ വേണം, ഇന്ന വൈദഗ്ധ്യം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഞങ്ങൾ പറയും, താല്പര്യമുണ്ടോ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടും. അങ്ങനെ 3,00,000 കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും ഇന്നിവിടെ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല അദ്ദേഹം മന്ത്രിയായിരുന്ന കാലം മറന്നുപോയിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ഉരുട്ടിക്കൊലകളൊക്കെ എത്രയാണെന്നുള്ളത്.